മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭാഗവത സുഹൃത്തുക്കൾക്കും നമസ്കാരം. ദശമസ്കന്ധത്തിൽ വൃന്ദാവന ലീലയിലൂടെ ഉള്ള യാത്ര. വൃന്ദാവനം എന്നുള്ള ആ സങ്കല്പത്തെ ഭംഗിയായിട്ട് വർണ്ണിച്ച് വൃന്ദാവനത്തിലെ പർവ്വത പ്രദേശങ്ങളും ഗോവർദ്ധന പർവ്വതവും യമുനാതീരവും മേച്ചു നടക്കുന്നതായിട്ടുള്ള പശുക്കളും ഗോപന്മാരും, അതുപോലെ തന്നെ അവിടെ പുഷ്പങ്ങളിലെ തേനുണ്ട് മതിച്ചു നടക്കുന്നതായിട്ടുള്ള വണ്ടുകളുടെ കളകളാരവവും പല വിധത്തിലുള്ള പക്ഷികളുടെ കൂജനങ്ങളും മയൂര നൃത്തവും ഒക്കെ ആയിക്കൊണ്ട് വൃന്ദാവനത്തെ വർണ്ണിച്ച് ധേനുകാസുരനെ നിഗ്രഹിച്ച കഥയിലൂടെയാണ് നമ്മൾ എത്തിയത്. അതിനുശേഷം അന്തരീക്ഷത്തിൽ മലിനീകരണം സംഭവിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാളിയൻ എന്നുള്ള ഉഗ്രസർപ്പത്തെ ആ കാളന്തിയിലെ ജലത്തെ വിഷവിമുക്തമാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലീലയ്ക്ക് വേണ്ടിയിട്ട് കാളിയമർദ്ദനം എന്നുള്ളൊരു ലീലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിനാ വിഭു. കൃഷ്ണശബ്ദം എന്നുള്ളത് എല്ലാവർക്കും യോജിച്ചതാണെന്ന് കാണിക്കുന്നത് പോലെ തന്നെ നദികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആയിക്കൊണ്ട് ദ്രൗപദിയെ കൃഷ്ണ എന്ന് വിളിക്കുന്നു, അർജുനന് കൃഷ്ണൻ എന്നുള്ളൊരു പേര്. ഇവിടെ കറുപ്പ് നിറത്തിലുള്ള നദിയായതുകൊണ്ട് കൃഷ്ണ എന്നുള്ള പേര് കാളന്തിക്ക്. അപ്പം ആ യമുനാ നദി കാളിയൻ്റെ വിഷം കൊണ്ട് ദുഷിച്ചതായിട്ട് മനസ്സിലാക്കിയത് ഭഗവാൻ അതിലെ ആ മാലിന്യ വിമുക്തമാക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ നിന്നും ആ കാളിയനെ മാറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു, അല്ല ബ്രഹ്മർഷേ, അഗാധമായിട്ടുള്ള കയത്തിൽ യുഗങ്ങളോളം താമസിച്ചിരുന്ന കാളിയനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ ലീല, അതും ഈ ഒരു ബാലവേഷത്തിൽ ഗോപാലോദാരചരിതം ബാലലീലയിലൂടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെയൊക്കെ മാറ്റി സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ലീല കേൾക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, അവിടുന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ കാളിയമർദ്ദനം കഥ പറഞ്ഞു കൊടുക്കുന്നു ശ്രീ ശിവബ്രഹ്മർഷി. കാളന്തിയിൽ അത്യഗാധമായിട്ടുള്ളൊരു കയത്തിൽ കാളിയൻ എന്നുള്ളൊരു ഉഗ്രസർപ്പം വന്നുകൂടി. ആ കയം തന്നെ അയാളെ സ്വായത്തമാക്കി. കശ്യപ പ്രജാപതിക്ക് കദ്രുവിലുണ്ടായ സർപ്പങ്ങളിൽ ഒരു ഭയങ്കരനായിട്ടുള്ള ആളായിരുന്നു ഈ കാളിയൻ. അതിലെ ജലം പോലും
വിഷജലം ആക്കി മാറ്റി. വെള്ളത്തിൽ വിഷം കലങ്ങി എന്നുള്ളതല്ല, ഓരോ ജലകണികകളിലും വിഷം സന്നിവേശിപ്പിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് വിഷദൂഷിതമായി എന്ന് പറയാം. അതായത് ജലത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിക്കൊണ്ട് വിഷം, അപ്പം പൂർണ്ണമായിട്ടും വിഷജലം. ആ കയത്തിൽ നിന്നും തിളച്ചു പോകുന്നതായിട്ടുള്ള ആ ജലം അതിൻ്റെ കാറ്റുകൊണ്ട് യമുനയുടെ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചത്തു വീഴുന്ന ഒരവസ്ഥ. സാധാരണ ജലത്തിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം, മാന്ദ്യം, അതുപോലെ സുഗന്ധം, സൗരഭ്യം, ഇതാണ് ജലത്തിൻ്റെ ഗുണങ്ങൾ. ഇതിൻ്റെയൊക്കെ നേരെ വിപരീതമായിട്ടായിരുന്നു ആ യമുനയിൽ. ശൈത്യത്തിൻ്റെ സ്ഥാനത്ത് ഊഷ്മാവ്, അതുപോലെ മന്ദഗതിയിൽ പോകുന്നതായിട്ടുള്ള വെള്ളമാണെങ്കിൽ അവിടെ ദ്രുതഗതിയിലായിരുന്നു. അതിൽ നിന്നും സുഗന്ധമാണ് വരേണ്ടതെങ്കിൽ അവിടെ ദുർഗന്ധമാണ് വമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള അതിലൂടെ ആ കാറ്റിലെ വിഷാംശം തട്ടി വരുന്ന കാറ്റുകൊണ്ട് സമീപത്തുള്ള വൃക്ഷലതാദികളും ജീവജാലങ്ങളും ഒക്കെ മരിച്ചു വീഴുന്ന ഒരു സംഭവം. ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്താണ്? ഖലസംയമനാവതാര, ദുഷ്ടരെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചതായിട്ടുള്ള അവതാരമാണ് ഭഗവാന്റെ. അപ്പൊ കാളിയനെ ഒന്ന് അടിച്ചമർത്തണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് നേരെ യമുന തീരത്തേക്ക് പോയി. അന്ന് ബലരാമേട്ടനെ കൂട്ടിയില്ല. ബലരാമേട്ടനും ഈ പറഞ്ഞതുപോലെ ഈ അനന്തൻ എൻ്റെ അവതാരമായതുകൊണ്ട് ഇനി ആ ഒരു ഉദ്ദേശം നടന്നില്ലെങ്കിലോ എന്നാണോ അറിയില്ല. എന്തായാലും നേരെ ആ കാളിന്തിയിലേക്ക് ചെന്ന് അവിടെ വളരെ ഉയരമുള്ള ഒരു കടമ്പ് വൃക്ഷത്തിന്മേൽ കയറി കൈയടിച്ചുകൊണ്ട് ഊക്കോടുകൂടി തന്നെ ആ കാളിയൻ ഉണ്ടായിരുന്ന കയത്തിലേക്ക് എടുത്തങ്ങ് ചാടി. അപ്പം യശോദാമ്മ എപ്പോഴും പറയും, ആ ഭാഗത്തേക്കൊന്നും ഉണ്ണി പോകരുത്, അവിടെ സർപ്പം ചെളിക്കുണ്ടാണ്, അവിടെ പോയി കഴിഞ്ഞാൽ വിഷാംശമേക്കും എന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും അളികളും നല്ല കിളികളും പാറിക്കളിക്കാതെ കാണും കളിന്തജയിലെ വിളി കൊണ്ട സർപ്പച്ചളിക്കുണ്ടിൻ വക്കിൽ ഒളിഞ്ഞു നീ പോയി കളിക്കൊല്ലന്നമ്മ പ്രതിദിനം ഓതുന്ന തീനെയും മറന്നതിൻ ചെന്നു കണ്ണൻ കുതിച്ചു ചാടി ഞാൻ. കണ്ണൻ അതൊക്കെ വിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്ക് തൻ്റെ ജീവൻ പോലും അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഒരു ധർമ്മബോധത്തോടു കൂടിയാണ് ഭഗവാൻ എടുത്തു ചാടിയത്. ആ കയത്തില് മഹാപുരുഷനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ആ ഭുജങ്ങളെ കൊണ്ട് ആ വെള്ളത്തിലേക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീന്തി തുടിക്കുന്നതിൻ്റെ ആ ഒരു ഘോരമായിട്ടുള്ള ശബ്ദം ആ കാളിയൻ്റെ സങ്കേതത്തിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ തൻ്റെ സങ്കേതത്തിന് ആഘാതമുണ്ടാക്കുന്നതായിട്ടുള്ള ഈ ഒരു ശബ്ദം എവിടുന്നാണ് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴേക്കും വരവാരണ വിക്രമസ്യ, മദയാനകൾ എങ്ങനെയാണോ പരാക്രമത്തോടുകൂടി ഓടുന്നത് അതുപോലെ ഭഗവാൻ ഒരു മദയാനയുടെ ശൗര്യത്തിൽ നീന്തി തുടിച്ച് കയത്തിലേക്ക് നീന്താൻ തുടങ്ങിയപ്പോൾ ചക്ഷുശ്രവണനായിട്ടുള്ള സർപ്പങ്ങൾക്കൊക്കെ ഒരേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ കാണാനും കേൾക്കാനും സാധിക്കും. തൻ്റെ സങ്കേതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ആ ശബ്ദം കേട്ടതും കാണുവാൻ വേണ്ടിയിട്ട് ആ കയത്തിൽ നിന്നും മുകളിലേക്ക് ആ ജലത്തിൻ്റെ ഉപരിഭാഗത്തിലേക്കായിട്ട് വന്ന് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ എത്തിച്ചേർന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്തന്മാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ദർശനം തന്നെ കാളിയനും കൊടുത്തു. അവിടെ ഏനകേന പ്രകാരേണ മനകൃഷ്ണ നിവേശികൾ എന്ന് പറഞ്ഞതുപോലെ ഏത് രീതിയിലാണോ ഭഗവാനെ ഭക്തന്മാര് ആരാധിക്കുന്നത്
ആ സമയത്ത് ഭഗവാൻ എങ്ങനെയാണോ ഭഗവാൻ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വിഷ്ണു സ്വരൂപത്തെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് പോലെ കാളിയനും ആ ഒരു സാരൂപ്യം അവിടെ നിന്നുണ്ടായി. ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം, അവിടെ നീലമേഘ ശ്യാമള വർണ്ണനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ മാറിൽ ശ്രീവത്സം ധരിച്ചിരിക്കുന്നു, പീതാംബരം ധരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിറഞ്ഞ ആ തൂമന്ദഹാസം, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ശ്രീമുഖ പങ്കജം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏതൊരു ഭക്തനും അവിടെ ചെന്ന് തന്നോട് ചേർക്കുവാൻ വേണ്ടിയിട്ട് തോന്നുന്നത് പോലെ കാളിയനും ഭഗവാന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് വന്നു. എന്നിട്ട് അവരുടേതായിട്ടുള്ള ചേഷ്ടകൾ എങ്ങനെയാണ്, അവർക്ക് ആ കൊത്തിക്കൊണ്ടും വരിഞ്ഞു മുറുക്കിക്കൊണ്ടും ഒക്കെ അവർക്ക് ആ ആഹ്ലാദം പങ്കിടാൻ സാധിക്കുകയുള്ളൂ എന്നതുപോലെ ഭഗവാന്റെ ഓരോ മർമ്മങ്ങളിലും ഇനി തൻ്റെ സങ്കേതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ളൊരു രീതിയിൽ, ശത്രുവിനോടാണെന്നുള്ള രീതിയിൽ ആണെങ്കിൽ പോലും ഭഗവാനെ ആലിംഗനം ചെയ്യുകയാണോ ചുംബിക്കുകയാണോ അറിയില്ല, ഓരോ മർമ്മങ്ങളിലും ആഞ്ഞ് അവിടെ നിന്ന് ദംശിച്ചു. പക്ഷേ അതിബലശാലിയായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവിടെ ബാധകമല്ല. അവസാനം എന്ത് ചെയ്തു, തൻ്റെ ആ ഉടലുകൊണ്ട് ദേഹം ആസകലമോട്ട് വരിഞ്ഞ് കെട്ടുകയും ചെയ്തു. ഭക്തന്മാർ വന്ന് അവരുടെ സന്തോഷമാണ് ഭഗവാന്റെ സന്തോഷം എന്നുള്ള ഒരു രീതിയിൽ കാളിയനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിട്ടൊന്ന് നിന്നുകൊടുത്തു അവിടെ. അങ്ങനെ ആ കാളിയൻ എന്തായി, തൻ്റെ ശരീരത്തിനോട് തൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ചു ഭഗവാനെ അങ്ങോട്ട്. അങ്ങനെ ഭഗവാൻ നിശ്ചലനായിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഗോപന്മാര്, കൂടെ ഉണ്ടായിരുന്ന ഗോപന്മാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ പേടിച്ച് മോഹാലസ്യപ്പെട്ട് വീണു. കാരണം അവരൊക്കെ ഇങ്ങനെയാണ്, കൃഷ്ണേർപ്പിത ആത്മന സുഹൃദർത്ഥകളത്ര കാമാം, അല്ലേ? അവർക്ക് അവരുടെ ആത്മാവ്, സുഹൃത്തുക്കള്, ധനം, പത്നി, ഭോഗേച്ഛ ഇതെല്ലാം അല്ലേ ഭഗവാനിൽ സമർപ്പിച്ചവരായിരുന്നു അവരൊക്കെ. അവർക്കിത് കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ വിഷമങ്ങളെ കൊണ്ട് അവരൊക്കെ മോഹാലസ്യപ്പെട്ട് വീണു. അതുപോലെ തന്നെ പശുക്കള്, കാളകള്, പൈക്കുട്ടികള് ഇവരും ആ ഭഗവാന്റെ ആ ഒരു വിഷമം കണ്ടതോടുകൂടി, ആ കാളിയന്റെ ഉടലിൽ ഞെരുങ്ങുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടതോടുകൂടി അവരും അവിടുന്ന് അർത്ഥസ്വരത്തോടുകൂടി നിലവിളിച്ചോടുന്നു. ഇതേ സമയത്ത് തന്നെ വൃന്ദാവനത്തില് ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. 3 വിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ, ആകാശം, അതുപോലെ തന്നെ ഭൂമി, ശരീരം എന്നിവയെ സംബന്ധിക്കുന്ന രീതിയിലുള്ള ഭയങ്കരങ്ങളായിട്ടുള്ള ദുർനിമിത്തങ്ങൾ. നന്ദഗോപരും അവിടെ ആകെ വിഷമിച്ചു. അവരെന്തായി, അവര് ഇപ്പോ കണ്ണന് എന്തെങ്കിലും അബദ്ധമുണ്ടായോ എന്നൊരു പേടിച്ചുകൊണ്ട് അവര് വിഷമിച്ചു. അതുകൂടെ അത് തന്നെയല്ല, ബലരാമനെ കൂടാതെയാണ് കണ്ണൻ പോയിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ആ ദുഃഖം വന്ന് അവരും വല്ലാണ്ട് വിഷമിച്ചു അവിടുന്ന്. അങ്ങനെ ആ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരും കൂടി യാത്രയായി. അവിടെ ചെന്നു. തൈർദുർനിമിത്തേർനിധനം മത്വാ പ്രാപ്തമതദ്വിത തൽ പ്രാണാസ്തന്മനസ്കാസ്തേ ദുഃഖശോകഭയാതുര. അവരുടെ പ്രാണനാണ്, മനസ്സാണ് ഭഗവാൻ എന്നുള്ളൊരു സങ്കല്പത്തില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക്. അവിടെയുള്ള ആബാലവൃദ്ധ സ്ത്രീകളടക്കം എല്ലാവരും ആ പശുബുദ്ധി കൊണ്ട് പേടിച്ചു. ആ ഉണ്ണിക്ക് ഇനി എന്ത് സംഭവിക്കും, അല്ലെ? പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ളത് പല രീതിയിലുള്ള അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ വിശേഷ ബുദ്ധിയൊക്കെ നശിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടി അവിടെ എത്തി. വെമ്പലോടുകൂടി അവിടെ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, അനുജനായിട്ടുള്ള ഭഗവാന്റെ വൈഭവം, കൃഷ്ണന്റെ വൈഭവം പൂർണ്ണമായിട്ടും അറിയുന്ന ബലരാമസ്വാമി, അല്ലെ, മാധവൻ എന്നുള്ളൊരു പേര്, മധു എന്ന ആ യാദവശ്രേഷ്ഠന്റെ വംശത്തിൽ ജനിച്ചവനും അതുപോലെ തന്നെ ഭഗങ്ങള് ഷഡ്ഗുണ സമ്പൂർണനുമായിട്ടുള്ള ആ ബലരാമസ്വാമി ഗോലോകവാസികളുടെയൊക്കെ ഈ അവശത കണ്ട് ഒന്ന് പേടിക്കുകയോ ഒന്നും ചെയ്തില്ല, ഒന്ന് പുഞ്ചിരിച്ചു എന്ന് മാത്രം. കാരണം ഭഗവാന്റെ വൈഭവം രാമന് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും അവര് പോയത് എങ്ങനെയാണ്, ഭഗവാന്റെ ആ പാദത്തിലുള്ള ചിഹ്നങ്ങൾ
തത്രാബ്ജയവാങ്കുശാശനിധ്വജോപപന്നാനി പദാനി വിസ്പതേഹേ. ആ ഗോപാലവേഷം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ചിഹ്നങ്ങള് വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം കൂടാതെ യവം, ആ അടയാളങ്ങൾ നോക്കിക്കൊണ്ടാണ് ഇവര് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്ന് എല്ലാവരും ഇത് കണ്ട് വല്ലാണ്ട വിഷമിച്ചു ഓടുന്നു. അവിടെ ആ ജലമധ്യത്തില് കാളിയൻ വരിഞ്ഞ് കെട്ടിയതായിട്ടുള്ള ഭഗവാനെ കണ്ടതോടുകൂടി ആ കരപ്രദേശത്ത് നിന്നുകൊണ്ട് മൂർച്ഛിച്ച് നിലംപതിച്ചതായിട്ടുള്ള മറ്റ് ജീവജാലങ്ങളെയും ഗോപന്മാരെയും അതുപോലെ തന്നെ ആ സ്തബ്ധമായിക്കൊണ്ട് ഭഗവാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള കണ്ണീരോടുകൂടി നിൽക്കുന്നതായിട്ടുള്ള പശുക്കുട്ടികളെയും പൈക്കളെയും ഒക്കെ കണ്ടതോടുകൂടി അവരൊക്കെ ആ മുറ വിളിച്ച് കരയാൻ തുടങ്ങി അവിടുന്ന്. അതുപോലെ തന്നെ സ്ത്രീകള് അല്ലെ, ആ തങ്ങളിൽ അനുരാഗം പൂണ്ടവൻ ആയിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ ഭഗവാനെ വരിഞ്ഞ് മുറുക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗം എപ്പോഴും മന്ദഹാസാഞ്ചിതമായിട്ടുള്ള കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള മാധുര്യ വാക്കുകളെ കൊണ്ടൊക്കെ സന്തോഷിപ്പിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ വിരഹത്താൽ അവര് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇന്നിപ്പോൾ ത്രിലോകം മുഴുവൻ ശൂന്യമായ ഒരു അനുഭവം അവർക്ക് അനുഭവപ്പെട്ടു. ഈ കാഴ്ച കണ്ടുകൊണ്ട് യശോദ തൻ്റെ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്ന കയത്തിൽ നിൽക്കുന്നത് കണ്ടതോടുകൂടി അതിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടാൻ വേണ്ടി തുടങ്ങി. നേരെ ഗോപികമാരെന്ത് ചെയ്തു, അവര് പിടിച്ചു, അവിടെ തടസ്സപ്പെടുത്തി. അതേ അവസ്ഥയിൽ തന്നെയുള്ള ഗോപികമാര് അവര് ആ നേത്രത്തിൽ നിന്നും കണ്ണീര് ധാരധാരയായി പ്രവഹിക്കുന്നു. അങ്ങനെ കണ്ണന്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ പറഞ്ഞും ഒക്കെ ആ കൃഷ്ണന്റെ മുഖത്ത് കണ്ണിന്ന് കണ്ണെടുക്കാതെ അവര് ജീവച്ഛവങ്ങളെ പോലെ അവിടെ നിന്നു. തങ്ങളുടെ ജീവനായിട്ടുള്ള ആ ഭഗവാന്റെ സമീപത്തേക്ക് പോകാൻ കയത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതായിട്ടുള്ള നന്ദഗോപൻ അതുപോലെ തന്നെ ഗോപന്മാര് അവരെയൊക്കെ ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലായതായിട്ടുള്ള ബലരാമസ്വാമി അവരെയൊക്കെ തടഞ്ഞു. ഗോകുലത്തിന് താനല്ലാതെ വേറെ രക്ഷിതാവില്ലെന്നും സ്ത്രീകളും കുട്ടികളും അവരെല്ലാം താൻ നിമിത്തം അത്യന്തം ദുഃഖിതരാണെന്നുള്ള ഒരു വിവരമൊക്കെ ഭഗവാൻ ആ കാളിയന്റെ ശരീരത്തിൽ മുറുകിയിരിക്കുമ്പോൾ അവർ കാണുന്നു. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ ആ ശരീരത്തെ വലുതാക്കാൻ തുടങ്ങി. അങ്ങനെ വലുതാക്കിയതോടുകൂടി കാളിയന്റെ ആ ദേഹത്തിന് മുറുക്കവും അതുപോലെ തന്നെ വേദനയും അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ തന്നിൽ നിന്ന് വിട്ടുപോയി ആ വരിഞ്ഞു കെട്ടിയതായിട്ടുള്ള ആ കെട്ടങ്ങോട്ട് അഴിച്ചു. നേരെ അഴിച്ചതോടുകൂടി കോപത്തോടുകൂടി ആ ഭണങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ആ കാളിയന്റെ നാസാദ്വാരത്തിലൂടെ വിഷജ്വാല ബഹിർഗമിക്കുന്നു. അതുപോലെ ആ കണ്ണിൽ നിന്നും സാധാരണ ഈ സർപ്പങ്ങളുടെയൊക്കെ വലത് കണ്ണിന്റെ താഴെയാണ് വിഷം ഉണ്ടാവുക എന്ന് പറയുന്നത്. പല്ലിൽ വിഷമില്ല ശരിക്കും, ആ പല്ലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടാണ് വിഷം വരിക ശരിക്കും. അപ്പം ആ ഉഗ്രമായിട്ടുള്ള കണ്ണുകൾ ഇമവിട്ടാതെ ആ ഭഗവാനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അഗ്നിജ്വാലകൾ ഭഗവാന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ഭയാനകരമായിട്ടുള്ള ഒരു മുഖമാണ് കാളിയൻ്റേത്. അതുകൊണ്ട് ആ കൃഷ്ണനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ചീറ്റിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. കാളിയന്റെ ദൃഷ്ടികൾ അത്യുഗ്രമായിട്ടുള്ള വിഷജ്വാലകളാണ് വരുന്നത്. കാളിയൻ തൻ്റെ രണ്ടായി പിരിഞ്ഞതായിട്ടുള്ള നാവുകളെ കൊണ്ട് ആ ചുണ്ടുകളുടെ ഉൾഭാഗം നക്കിക്കൊണ്ട് അവിടെ അങ്ങനെ തിരിഞ്ഞു കളിച്ചു. ഭഗവാൻ യാതൊരു കൂസലവും കൂടാതെ നേരെ പക്ഷിരാജാവായിട്ടുള്ള ഗരുഡൻ എങ്ങനെയാണോ കാളിയന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അതേപോലെ ആ ഒരു അവസ്ഥയിലേക്ക് ചാടി ഭഗവാൻ കാളിയന്റെ ആ ഭണത്തിന് മുകളിൽ ശിരസിന് മുകളിലോട്ടായിട്ട് കയറി നിന്നു. അവിടെ ഭണങ്ങളെ അങ്ങോട്ട് നിർത്തി അങ്ങ് നോക്കിയപ്പോഴത്തേക്കും ഭണങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ആ ഉയർത്തിപ്പിടിച്ചതായിട്ടുള്ള ഭണങ്ങളെയൊക്കെ ഭഗവാൻ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി അവിടുന്ന്. ആ ഭണങ്ങളിൽ നിന്നുകൊണ്ടൊരു ആനന്ദ നൃത്തം തന്നെ അവിടെ ആരംഭിച്ചു എന്ന് പറയാണ്. നൃത്തകല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചതായിട്ടുള്ള ആ
നൃത്തകല. ഒരിക്കൽ അമൃതകുംഭം സ്ഥിതി ചെയ്തിരുന്ന ദർഭവിരിയിൽ ചെന്ന് സർപ്പങ്ങളൊക്കെ നക്കിയതിനെ തുടർന്നാണ് ഇവരുടെ നാവ് ഇരട്ടയായത് എന്ന് പറയും. എന്തായാലും അവിടെ ഗംഭീരമായിട്ടുള്ള നർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആരംഭിച്ചപ്പോഴേക്കും ദേവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ഇവരൊക്കെ അപ്സരസുകളൊക്കെ ഇവര് അവിടെ എത്തി. എന്താണ് നൃത്തം എന്ന് പറയുമ്പോഴേക്കും അവിടെ നർത്തനത്തിന് വേണ്ടത് ഈ താളവും അതുപോലെ ലയവും വേണം. നൃത്തം താളലയാശ്രിതം എന്ന് നാട്യശാസ്ത്രം പറയും. അപ്പൊ താളവും ലയവും കൂടി വരുമ്പോഴാണ് നൃത്തം പൂർണ്ണമാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗന്ധർവന്മാര് അതിനൊത്തതായിട്ടുള്ള രീതിയിൽ ഇതാ ഗാനം ആലംബിക്കുന്നു. സിദ്ധന്മാര്, ചാരണന്മാര് എല്ലാവരും, അതുപോലെ തന്നെ മൃദംഗം, അതുപോലെ തന്നെ മദ്ദളം, ഇങ്ങനെയുള്ള എല്ലാ ഘോഷങ്ങളും, പെരുമ്പറ തുടങ്ങിയതായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ ഭഗവാന്റെ ഈ നൃത്തത്തിന് ഒരു കൂട്ടായിക്കൊണ്ട് അവിടെ അതുപോലെ തന്നെ അപ്സരസുകൾ വന്നു. ദേവന്മാര് പുഷ്പവൃഷ്ടികളെ കൊണ്ട് ഒരു പുഷ്പമാല തന്നെ ഭഗവാൻ അവിടെ അണിയിച്ചു. ഇങ്ങനെ പല തരത്തിലുള്ള ഉപഹാരങ്ങൾ കൊടുത്തും സ്തുതിച്ചുകൊണ്ടും സ്തോത്രങ്ങളും ചെയ്തുകൊണ്ട് അവിടെ ഭഗവാനെ ഉപചരിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ നിരന്നു നിന്നു. കാളിന് 100 മുഖ്യമായിട്ടുള്ള ഭണങ്ങളുണ്ട്. ആ ഭണങ്ങളിലൊക്കെ ഓരോ ഭണങ്ങളിലും പാദം വെച്ചുകൊണ്ട് ഭഗവാൻ നൃത്തം ചവിട്ടാൻ ആരംഭിച്ചു. ഇങ്ങനെ ഒരു ഭണത്തിൽ ചവിട്ടുമ്പോഴത്തേക്കും അടുത്ത ഭണം ഉയർത്തും, ആ ഭണം ഉയർത്തുമ്പോഴത്തേക്കും അവിടെ ചവിട്ടും. ഇങ്ങനെ ഇത് ചവിട്ടി 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 ഒരു താളം തന്നെ അവിടെ ഉണ്ടായിരുത്തി. അതിനനുസരിച്ചുകൊണ്ട് ഗന്ധർവന്മാര് പാട്ട് പാടുകയും അതുപോലെ തന്നെ താളമേളങ്ങളൊക്കെ അവിടുന്ന് 1-ാം കാലം മുതൽ 4-ാം കാലം വരെയുള്ള ഒരു രീതി തന്നെ ആ നൃത്തത്തിന്റെ ചുവടുകൾ അവിടെ തുടങ്ങി വെച്ചോടെ. അപ്പൊ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും താമസം വരും അല്ലെ. 1-ാം കാലം നമ്മൾ കൊട്ടുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ആ ഗ്യാപ്പ് അല്ലെ, അതിൻ്റെ ആ ഇടവശം കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. പക്ഷേ ഒന്ന് ചവിട്ടി ഒരുവിധം ഒന്ന് താന്നു കഴിയുമ്പോഴത്തേക്കും പൊക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് തല അനങ്ങുമ്പോഴത്തേക്കും അവിടെ ചവിട്ടും ഭഗവാൻ. അങ്ങനെ ഒരു 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലമൊക്കെ ആകുമ്പോഴേക്കും എന്തായി, അവിടെ പിന്നീട് ഗ്യാപ്പില്ലാതെ അങ്ങനെ ദ്രുതഗതിയിൽ താളം മുറുകുന്നു. ആ മുറുകുന്നതിനനുസരിച്ചുകൊണ്ട് ഇവരിതാ താളവും അതിനനുസരിച്ച് അപ്സരസുകളുടെ ആ ലയവും കൂടി വന്നതോടുകൂടി ഗംഭീരമായിട്ടുള്ള ഒരു നൃത്തം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത് എന്ന് പറയാണ്. ഇപ്പം നൃത്തത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ തന്നെ നൃത്തം, നൃത്യം, നാട്യം, ഇങ്ങനെ 3 രീതിയിലാണ്. നൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കരചരണങ്ങളെ കൊണ്ട് ചലിപ്പിക്കുന്നതായിട്ടുള്ള അഭിനയത്തിനാണ് നൃത്യം എന്ന് പറയുന്നത്. നാട്യം എന്ന് പറഞ്ഞാൽ മുഖാഭിനയം. അപ്പൊ ഈ മുഖാഭിനയവും അതുപോലെ തന്നെ ഈ കരചരണങ്ങളെ കൊണ്ടുള്ള ചലനങ്ങളെ കൊണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് നൃത്തമായിട്ട് മാറുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ ഗംഭീരമായിട്ടൊരു നൃത്തമാണ് അവിടെ അവതരിപ്പിച്ചത് എന്ന് അവിടെ കാണിച്ചു തരുന്നു. അവിടെ എന്തായാലും ആ ഓരോ നൃത്തം വെച്ച് ചവിട്ടി അമർത്തി അതിൻ്റെ ആഘാതത്തിൽ കാളിയൻ തൻ്റെ വായിൽ നിന്നും വിഷജ്വാലകൾ പുറത്തേക്ക് പോയി. വിഷജ്വാലകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും വായിൽ നിന്നും മൂക്കിൽ കൂടെയും ഒക്കെ കഠോരമായിട്ടുള്ള രക്തം വമിച്ചു. അത്യന്തം അവശനാകുകയും ചെയ്തപ്പോഴേക്കും അല്പം ഒന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് കാളിയൻ വീണ്ടും തല പൊക്കാൻ വേണ്ടി അങ്ങോട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പൊക്കുന്ന തലകളെയൊക്കെ ഭഗവാൻ അവിടെ ചവിട്ടി അമർത്തി. അങ്ങനെ കാളിയന്റെ കണ്ണിലൂടെ തന്നെ ആ വിഷം പുറത്തേക്ക് വമിച്ചു. കോപത്തോടെ ചീറ്റി. ഇതെല്ലാം ആ ഭഗവാന്റെ തൃക്കാലടികളുടെ ലാസ്യാത്മകമായിട്ടുള്ള ഒരു പതനത്താൽ എല്ലാം അവിടുന്ന് ഇല്ലാണ്ടായി, ശമിച്ചു അവിടുന്ന്. ഇങ്ങനെ പുരാണപുരുഷനായിട്ടുള്ള ആ ഭഗവാൻ ആ കാളിയനിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള രക്തത്തെയും വിഷത്തെയും ഒക്കെ ഒരു എങ്ങനെയാണോ പുഷ്പം അർച്ചിക്കുന്നത് ഭക്തന്മാരെ, അതേപോലെ അവിടുന്ന് ഒരു പുഷ്പവൃഷ്ടിയെ പോലെ അവിടുന്ന് പ്രതീതി ഉണ്ടായി എന്ന് പറയുകയാണ്. ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുതന്നെയല്ല, ഈ കാളിയന്റെ ഉള്ളിൽ നിന്നും വിഷജ്വാലകളൊക്കെ പോയി തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളും മാലിന്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് ശുദ്ധമായി കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു അല്ലേ, നാരായണം അന്തേ നാരായണ സ്മൃതി എന്നുള്ള ഒരു ഭാഗവത സന്ദേശത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള കാളിയന് അവിടുന്ന് തോന്നി. അതുകൊണ്ട്
തമരണം ശരണം പ്രപന്നാഹ. അല്ലെ, തനിക്ക് ഇനി ശരണമായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ അന്ത്യകാലത്ത് ഭഗവാന്റെ പാദസ്പർശം ഏൽക്കുവാനുള്ള ഒരു ഭാഗ്യം അത് എങ്ങനെയാണ്? ഗംഭീരമായിട്ടുള്ള പുഷ്പവൃഷ്ടികളോടുകൂടി തനിക്ക് അങ്ങനെ ഒരു വേദി തൻ്റെ ശിരസായല്ലോ എന്ന് ഉള്ളിലുള്ള ഒരു സന്തോഷവും ഒക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ കാളിയ പത്നിമാര് ഇത് കണ്ടതോടുകൂടി ഇപ്പോ ആ കാളിയന്റെ ഭണങ്ങളിൽ ഓരോന്നിലായിട്ട് വിചിത്ര രീതിയിലുള്ള താണ്ഡവ നൃത്തമാണ് ഭഗവാൻ ആടിയത്. അവിടെ താണ്ഡവ നൃത്തം എന്ന് പറഞ്ഞാൽ താണ്ഡവൻ നൃത്തം എന്നുള്ളത് ശരിക്കും നന്ദികേശ്വരൻ ഭരതമുനിക്ക് പറഞ്ഞു കൊടുത്തതാണെന്നൊരു ഭാഷ പറയാറുണ്ട്. അപ്പൊ നാട്യശാസ്ത്രത്തിലെ ഒരു നൃത്തവിശേഷമാണ് ശരിക്ക് ഈ താണ്ഡവ നൃത്തം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ താണ്ഡവ നൃത്തത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കാൽവെപ്പുകളും ആ അടിവെപ്പിന് ശക്തിയേറോടെ ചവിട്ടി 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 ആണ് അത്. അപ്പം ഭൂമിയിലേക്ക് ശരിക്ക് ഊക്കോടുകൂടി ചവിട്ടുകയാണ് താണ്ഡവത്തിന്റെ ഒരു പ്രത്യേകത. രാവണന്റെ താണ്ഡവ നൃത്തങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു രീതിയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ രക്തം ധാരധാരയായിട്ട് ഒഴുകി അവശനായി കഴിഞ്ഞപ്പോഴേക്കും ഈ കാരണസ്വരൂപനും പരമപുരുഷനും ചരാചര ഗുരുവുമായിട്ടുള്ള ആ ആദിനാരായണമൂർത്തിയെ അവിടെന്താ മനസാസ്മരാമി, അവിടെ മനസ്സുകൊണ്ട് കാളിയൻ അവിടുന്ന് സ്മരിച്ചു. ഈ ലോകമാകമാനം ഉള്ളിലൊതുക്കിയതായിട്ടുള്ള ആ ഭഗവാന്റെ അതിഭാരം മുഴുവൻ പ്രയോഗിച്ച് ഊക്കോടെയുള്ള ചവിട്ടിന്റെ ആഘാതത്താല് ആ ഭണങ്ങൾ മുഴുവൻ താറുമാറായി. അത് തന്നെയല്ല, അവിടെ ഒടിഞ്ഞ കൊടകൾ എങ്ങനെയാണോ അതുപോലെയായി ഭണങ്ങളൊക്കെ. ഇത് കണ്ടതോടുകൂടി ആ കാളിയന്റെ ഈ ദയനീയാവസ്ഥയില് ശോകാർത്തരായിട്ടുള്ള പത്നിമാര്, ഈ നാഗപത്നിമാര്, അവർക്കൊക്കെ ഏത് രീതിയിൽ വേഷം ധരിക്കാൻ സാധിക്കും? അവര് ദേവീ സ്വരൂപത്തിലാണ് അവിടെ വന്നത്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടതോടുകൂടി അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവരിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് പോലും അവരറിയാത്ത രീതിയിൽ ആ എന്താ പറയുക ദേഹാഭിമാനം വിട്ട് ഭഗവാനോടായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവരുടെ ആദിപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് വന്ന് പതിവ്രതാരത്നങ്ങളും ഭർത്താവിന്റെ ശോച്യാവസ്ഥയിൽ അനുതപിക്കുന്നതുമായിട്ടുള്ള അവര് ആ സ്വന്തം നാഥനെ മോചിപ്പിച്ചു കിട്ടുവാൻ വേണ്ടിട്ട് എങ്ങനെയാണ് അവിടെ വന്നത്? അർഭകാഹ, അല്ലേ? അവിടെ ആ കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കാളിയന്റെ പത്നിമാരിലെ പ്രഥമ ഗണനീയനായിട്ടുള്ള മുഖ്യയായിട്ടുള്ള സുരസയാണ് മുമ്പിൽ നിൽക്കുന്നത്. മക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ആ പ്രാണനാഥനെ ഒന്ന് മോചിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് പറയുകയാണ് അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തേത് ദണ്ഡ നമസ്കാരം ആകാമോ സ്ത്രീകൾക്ക് എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ എന്താണ്, അവര് ആ ദേഹത്തെ പോലും മറന്നുകൊണ്ട് ആത്മനിവേദനം എന്നുള്ള ഒരു ഭക്തിയിൽ ഭഗവാനെ അവിടെ നമസ്കരിച്ചു എന്ന് പറയാണ്. അവിടുന്ന് ഗംഭീരമായിട്ട് നാഗപത്നികൾ അവിടെ സ്തുതിച്ചു എന്ന് പറയാണ്. പടത്തോളം തിരുവുടലുമായിരം കടൽ വർണ്ണൻ കാട്ടി നടനമാടവേ ജയ ജയ എന്നോ വിയത്തിൽ വിണ്ണോരും കയത്തിൽ നാഗസ്ത്രീ ജയവുമോതിനാൾ. അവിടുന്ന് നാഗപത്നികൾ ഗംഭീരമായിട്ട് ഭഗവാനെ അവിടുന്ന് സ്തുതിച്ചു. ഭഗവാനോട് പറഞ്ഞു, അല്ല ഭഗവാനെ, അവിടുത്തെ അവതാരം തന്നെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? ഖലന്മാരെ നിഗ്രഹിക്കുക, അല്ലെ, അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് തന്നെയാണ്. അത് ഉചിതമായിട്ടും അങ്ങ് ഇപ്പൊ ഇതാ ചെയ്തിരിക്കുന്നു. അപ്പൊ അപരാധിയായിട്ടുള്ള ഇദ്ദേഹത്തിൽ ചെയ്ത ദണ്ഡം ഒട്ടും തെറ്റല്ല. അങ്ങ് ആശ്രിത വാത്സല്യ നിധിയാണ്. കാരണം സ്വന്തം പുത്രന്മാരെ പോലെ ശത്രുവിനെയും വീക്ഷിക്കുന്ന സമദർശനത്തോടുകൂടി വീക്ഷിക്കുന്ന ആയതുകൊണ്ട് ഇത്രയും ചെയ്തു തന്നെ ഞങ്ങളുടെ പുണ്യഫലത്തെ പോഷിപ്പിക്കാനാണെന്നുള്ളത് നിശ്ചയമായിട്ടും അങ്ങ് ക്രോധിച്ച് ശിക്ഷിക്കുന്നത് ഫലത്തിൽ എന്താണ് യഥാർത്ഥത്തില് ഇവിടെ അനുഗ്രഹമായിട്ട് വരികയാണ്. കാരണം സർവസമ്മതമായിട്ടുള്ള ആ തൻ്റെ മുൻജന്മ പാപഫലമായിട്ടാണ് ഇദ്ദേഹം സർപ്പമായിട്ട് ഇവിടെ ജനിച്ചത്. അപ്പൊ ആ ദുർജനങ്ങളുടെ പാപത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു ശിക്ഷ അങ്ങ് ആ അടിയങ്ങൾക്ക്
ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹം തന്നെ. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ശുദ്ധമാകുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു അത്. അതുകൊണ്ട് സമസ്ത ജീവജാലങ്ങളുടെയും സ്വരൂപമായിട്ടുള്ള അങ്ങേക്ക് എന്താണോ അങ്ങേക്ക് അവിടുന്ന് സന്തോഷമാകുന്നത് അങ്ങ് ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം. അങ്ങ് പറയുന്നത് എന്താണോ അത് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം ആത്മാഭിമാനം വെടിഞ്ഞും അന്യരെ മാനിച്ചും കൊണ്ടുള്ള ഉഗ്ര തപസ്സാണോ, അതോ ഇനി പഴയ ജന്മത്തിലെ ജീവജാലങ്ങൾക്ക് നന്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ധർമാനുഷ്ഠാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അറിയില്ല. എന്തായാലും അവിടുത്തെ ആ ഒരു പാദസ്പർശം അദ്ദേഹത്തിന് കിട്ടുവാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹം തന്നെയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. എന്നിട്ട് പറയുന്നോടെ കസ്യാനുഭാവോസ്യ നദേവ വിത്മഹേ, അങ്ങയുടെ ഈ ഒരു പാദസ്പർശം കിട്ടുവാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ലക്ഷ്മീദേവി പോലും എത്രയോ നാള് തപസ് ചെയ്യുന്നു അല്ലേ. അപ്പം അത് ആ ഒരു ഭാഗ്യം കാളീനത സുലഭമായിട്ട് കിട്ടി. അവിടെ ലക്ഷ്മീദേവി തപസ് ചെയ്യുകയാണെങ്കിൽ കാളിയൻ അഹങ്കരിച്ച് കളിച്ച് പൊളച്ചു നടന്നതായിട്ടുള്ള ദ്രോഹമല്ലാതെ ആർക്കും ചെയ്തിട്ടില്ല അവിടെ. എന്നിട്ടും ആ ഭഗവാന്റെ ആ ഒരു ശ്രീപാദം ആവോളം എന്ന് പറഞ്ഞാൽ പോരാ, അതിലധികവും തൻ്റെ ശിരസ്സുകളിൽ പതിപ്പിച്ചു. ഈ ഒരു ഭാഗ്യം എങ്ങനെ വന്നു എന്ന് കാളീപത്നിമാർക്ക് അവിടുന്ന് പിടികിട്ടുന്നില്ല. ആ ഭഗവത് പാദസ്പർശത്തിന് ഉപരിയായിക്കൊണ്ട് യാതൊന്നും ഇനി ഞങ്ങൾക്ക് ലഭിക്കാനില്ല എന്നത് പറഞ്ഞുകൊണ്ട് നാഗപൃഷ്ഠം നച്ച സാർവഭൗമം. ഈ ഒരു പാദസ്പർശത്തിന് അപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ല. അപ്പോഴാണോ ഇനി അദ്ദേഹത്തിന് നാഗപൃഷ്ഠം സ്വർഗവാസമോ, ഇനി അതല്ല ഈ ലോകത്തിൻ്റെ ഏകഛത്രാധിപത്യമോ, ബ്രഹ്മാവിൻ്റെ പദവിയോ, ഇനി അതല്ല രസാതലത്തിൻ്റെ ആധിപത്യമോ, അതൊന്നുമല്ല. ഈ ജനന മരണങ്ങളുടെ പരമ്പരയിൽ നിന്നും മോചനമാകുന്ന മോക്ഷമോ പോലും അവിടുന്ന് ആവശ്യമില്ല എന്ന് അവിടുന്ന് ആ നാഗപത്നിമാരോട് സ്തുതിക്കുന്നു. പറഞ്ഞു, ഇദ്ദേഹം തമോ ഗുണത്തിൽ നിന്നുണ്ടായതാണ്. ഏതു സമയവും അല്ലെ ക്രോധത്തിന് അടിമപ്പെട്ടവരാണ്. ഇങ്ങനെ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള ആ ജീവാത്മാവ് യാതൊരു പാദരേണുക്കളുടെ സ്പർശനം ആണോ ആഗ്രഹിക്കുന്നത്, അത് ഇദ്ദേഹത്തിന് അനായാസേന ലഭിച്ചു. അതും എത്രയെത്ര ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം കാലം അല്ലെ തപസ് ചെയ്തവർക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ഒരു ഭാഗ്യം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ, എല്ലാം കൊണ്ടും ഭഗവാനായിട്ടുള്ള ആ ഷഡ്ഗുണ സമ്പൂർണനും എല്ലാവരുടെയും അന്ധകരണത്തിലും കുടികൊള്ളുന്നതായിട്ടുള്ള പുരുഷനും ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി നിയന്താവായിട്ടുള്ള മഹാത്മാവും, അതുപോലെ ഈ പഞ്ചഭൂതങ്ങൾക്ക് ആധാരമായവനും, അതുപോലെ സ്വയം ജാതനായിട്ടുള്ള ഭൂതായ പരായ പരമാത്മനെ, പ്രകൃതിക്കും പരമായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ അവിടുന്ന് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ കേവലജ്ഞാനം, അനുഭവജ്ഞാനം, ഇതിന് രണ്ടിനും ആധാരഭൂതൻ സാക്ഷാൽ പരബ്രഹ്മം. അവിടുത്തെ ശക്തി എന്ന് പറഞ്ഞാൽ അചിന്ത്യമാണ്, അത് അനന്തമാണ്. അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ ച. അപ്പം അവിടുത്തെ അങ്ങയുടെ ഈ ഒരു സത്വാദി ഗുണങ്ങൾക്ക് അതീതനാണ് അങ്ങ്. ഇനി ജന്മാദി ഷഡ്ഭാവങ്ങളില്ല. പ്രകൃതിയെ പ്രവർത്തന സജ്ജമാക്കുന്നത് അങ്ങാണ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലശക്തിക്ക് ആധാരഭൂതനാണ് അങ്ങ്. ഇനിയോ കാലത്തിന്റെ അവയവങ്ങളായിട്ടുള്ള ഒരു നിമിഷം മുതൽ ദ്വിപരാർത്ഥം വരെയുള്ള ആ അളവുകൾ മുഴുവൻ അങ്ങാണ്. അതിൻ്റെ കാരണം അങ്ങ് തന്നെയാണ്. ഈ വിശ്വം തന്നെ അങ്ങാണ്, വിശ്വസാക്ഷിയാണ് അല്ലേ. സൃഷ്ടാവും സൃഷ്ടികർത്താവും സൃഷ്ടിയും ഒക്കെ അവിടുന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങളിതാ അവിടത്തേക്ക് നമസ്കരിക്കുന്നു. പിന്നെയോ ഈ തത്വങ്ങളുടെയൊക്കെ അടിസ്ഥാനം പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും പ്രാണനും മഹാപ്രാണനും അതുപോലെ തന്നെ അന്ധകരണങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതിൻ്റെയൊക്കെ ആധാരം അവിടുന്നാണെങ്കിൽ ഗുണത്തിൻ്റെയൊക്കെ ആ ത്രയങ്ങളുടെയൊക്കെ സ്വാധീനത്തിലാണ് ദേഹാഭിമാനം വരുന്നതെങ്കിൽ അതിനൊക്കെ ആ അങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവാത്മാവ് എന്നുള്ള രീതിയിൽ ഈ ജ്ഞാനത്തെ ദേഹാഭിമാനത്തെ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്രകാരം എല്ലാമായിരിക്കുന്ന ആ നിന്തിരുവടിയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഇപ്പൊ ജീവൻ ഈശ്വരാംശം എന്ന ബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നതിനുള്ള സമാധാനമാണ് ഇവിടെ പറയുന്നത്. ത്രിഗുണേന അഭിമാനേന ഗൂഢം. ഇത് ശരിക്ക് മായയുടെ ആവരണ ശക്തി എന്ന് പറയാം. മായയ്ക്ക് രണ്ട് ഇതാണ്, ആവരണവും വിക്ഷേപവും.
അപ്പൊ ത്രിഗുണങ്ങളിൽ നിന്ന് ഉടലെടുത്തതായിട്ടുള്ള ഈ ദേഹാഭിമാനത്താൽ തൻ്റെ ഉള്ളിലുള്ള ആത്മജ്ഞാനത്തെ മറച്ചത് അവിടെ ആവരണം എന്ന് പറയാം. ഈ അജ്ഞാനത്തെ അവിടെ വിക്ഷേപം എന്നും പറയാം. അപ്പൊ ഇങ്ങനെ മായയുടെ ഈ വിക്ഷേപ ആവരണ ശക്തികൾ അവിടെ പ്രകടമായിട്ട് കാണിക്കുന്നു. നമോനന്ദായ സൂക്ഷ്മായ കൂടസ്ഥായ വിപശ്ചിതേ, ദേശകാലാദികളാകുന്ന പരിമിതികൾക്കൊക്കെ അതീതനാണ്, അദൃശ്യനാണ്, ജീവജാലങ്ങളുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നവനും എല്ലാം അറിയുന്നവനും, ബദ്ധൻ, മുക്തൻ, നിത്യൻ, അനിത്യൻ, അല്ലെ, ഏകൻ, അനേകൻ, ഇങ്ങനെ പല വാദഗതികൾക്ക് വിധേയനും വാച്യവാചക ശക്തിസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങയിൽ നിന്നാണ് എല്ലാ പ്രമാണങ്ങളും ഇവിടെ ആവിർഭവിച്ചത്. അങ്ങ് ആരാണ്? ക്രാന്തദർശിയാണ് അങ്ങ്. വേദങ്ങൾക്ക് ഉറവിടമാണ് അങ്ങ്. വിധി നിഷേധാത്മകമായിട്ടുള്ള വേദ സ്വരൂപി തന്നെയാണ് അവിടുന്ന്. പിന്നെയോ ചതുർവ്യൂഹങ്ങൾ, അല്ലെ, വാസുദേവൻ, അതുപോലെ തന്നെ സംഘർഷണം, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ ദേവന്മാരടങ്ങുന്ന ചതുർവ്യൂഹവും അങ്ങ് തന്നെ. ഈ ത്രിഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ആ ത്രിഗുണങ്ങളാൽ സ്വസ്വരൂപത്തെ മറച്ചുവെച്ചവനും ആ ഗുണകാര്യങ്ങളുടെ പ്രവർത്തകനായിക്കൊണ്ട് അറിയപ്പെടുന്നവനും ഗുണങ്ങളുടെ ദ്രഷ്ടാവായിക്കൊണ്ടും പിന്നെയോ സ്വയം പ്രകാശായ നമസ്കരോമി എന്ന് പറയുന്നത് പോലെ ആ സ്വരാട്ടായിട്ടുള്ള അങ്ങേക്ക് വീണ്ടും വീണ്ടും ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്, അല്ലെ, ഋഷികേശൻ എന്നുള്ള പേര് അത് തന്നെയാണ്. മൂലപ്രകൃതിയില് ഒരു കളി എന്നുള്ള രീതിയിൽ വ്യാപരിച്ച് ഈ പ്രപഞ്ചത്തിനെ ഇവിടുന്ന് സൃഷ്ടിച്ചു, രൂപം കൊടുത്തു. എന്നിട്ടോ അത് അങ്ങനെയുള്ള രൂപം കൊടുത്ത ആളും പിന്നെ മനനശീലനുമാണ്, അല്ലേ, മൗന സ്വഭാവമുള്ളവനുമാണ് അങ്ങ്. ആ അങ്ങേക്ക് നമസ്കരിക്കുന്നു ഞങ്ങള്. ശാന്ത അശാന്ത ഉത മൂഢയോനയാ. ഇപ്പം സൽക്കർമ്മം ചെയ്യുന്നവർ, സൽപ്രവൃത്തി ചെയ്യുന്നവർക്കും ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്കും ഏതുതരം കർമ്മഫലമാണ് നൽകേണ്ടതെന്ന് അറിഞ്ഞ് അതിനെ പ്രദാനം ചെയ്യുന്ന ആളാണ് അവിടുന്ന്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, അപ്രകാരം ഈ വിശ്വത്തിന്റെ തന്നെ സാക്ഷിയാണ്. സർവാധ്യക്ഷായതേ നമ, അവിശ്വായ ച വിശ്വായ തദ്ദ്രഷ്ട ഹേതവേ. ഈ വിശ്വം തന്നെ അങ്ങാണ്, അവിശ്വവും അങ്ങാണ് യഥാർത്ഥത്തിൽ, അല്ലേ. അപ്പൊ വിശ്വസാക്ഷിയും വിശ്വകാരണവുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങ് വികാരഹീനനാണ് എങ്കിൽ പോലും അനാദിയായിട്ടുള്ള ഈ കാലശക്തിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരു വിനോദം എന്നോളം വിഫലമാകാതെ ഈ സൃഷ്ടികളൊക്കെ നിർവഹിക്കുന്നു. ജീവജാലങ്ങളുടെ വാസനാബലത്തെ അങ്ങ് ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങേക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ അതിന് ഒരു ഉത്തേജനം നൽകുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിന്റെ ബാക്കിയുള്ള സ്ഥിതി, സംഹാരം തുടങ്ങിയതൊക്കെ അവിടെ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശാന്തനും അശാന്തനും മൂഢമതിയും. ആരൊക്കെയാണ് ശാന്തൻ എന്ന് പറഞ്ഞാൽ സാത്വികന്മാര്, അശാന്തൻ എന്ന് പറഞ്ഞാലോ രാജസന്മാര്, മൂഢന്മാരെന്ന് പറഞ്ഞാൽ താമസന്മാര്. ഇങ്ങനെ മിശ്രമായിട്ട് 3 തരത്തിലുള്ള അവരെല്ലാം അങ്ങയുടെ ഈ ശരീരാംശങ്ങൾ തന്നെ ആയിരിക്കുമെങ്കിലും ഇപ്പോൾ സജ്ജനങ്ങളുടെ ആ ധർമ്മബോധത്തെ പുഷ്ടിപ്പെടുത്തുവാൻ അവർക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളൊരു ഈ കൃഷ്ണാവതാരത്തെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത്. തൻ്റെ പ്രജകളാൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള അപരാധം ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒന്ന് ക്ഷമിക്കും. ഇപ്പൊ ശാന്തമൂർത്തിയായിട്ടുള്ള അങ്ങ് ആരാണെന്നറിയാതെ മൂഢനായിട്ടുള്ള ഈ ഞങ്ങളുടെ പ്രാണനാഥനായിട്ടുള്ള കാളിയൻ ചെയ്ത തെറ്റ് അവിടുന്ന് പൊറുക്കണേ. ഈ കാളിയൻ ഏതാണ്ട് ഇപ്പോ എല്ലാം നശിച്ച് മരിച്ചു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങ് കനിഞ്ഞ സജ്ജനങ്ങളുടെ അനുകമ്പയ്ക്ക് പാത്രീഭവിച്ചതായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള അടിയങ്ങളുടെ ഭർത്താവിന്റെ പ്രാണനെ നിലനിർത്തണേ. അടിയങ്ങൾ അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കാം. അങ്ങ് പറയുന്നത് എന്തു ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ പ്രാണനാഥനെ അവിടുന്ന് വിട്ടുതരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ കാൽക്കൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. എന്തായാലും ആ നാഗപത്നിമാരുടെ സ്തുതി സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ തൻ്റെ കാലടിയുടെ ആഘാതത്തിൽ തലപൊട്ടി തകർന്ന് ബോധം നശിച്ചതായിട്ടുള്ള കാളിയനെ അവിടുന്ന് വിട്ടയച്ചു. കാളിയൻ ഇന്ദ്രശക്തിയും പ്രാണങ്ങളും ക്രമേണ അവിടുന്ന് വീണ്ടെടുത്ത് അവിടെ എല്ലാ അഹങ്കാരങ്ങളും നശിച്ചുകൊണ്ട് ആ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ ഉള്ളിൽ നിന്നുള്ള മാലിന്യങ്ങളെ, വിഷമാലിന്യങ്ങളെല്ലാം മാറിയതോടുകൂടി യഥാർത്ഥമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ക്ലേശത്തോടുകൂടി കുറേശ്ശെ ശ്വസിച്ചുകൊണ്ട് കൈകൂപ്പി നിന്നുകൊണ്ട് ദീനതയോടുകൂടി എല്ലാ സങ്കടങ്ങളും അകറ്റുന്നതായിട്ടുള്ള ശ്രീഹരിയോട് അവിടുന്ന് പറയുന്നു, ഞാൻ
ഇങ്ങനെയൊരു തമോ ഗുണപ്രധാനികളും വല്ലാത്ത കോപമുള്ളതുമായിട്ടുള്ള ഒരു വർഗത്തിൽ വന്ന് ഞാൻ ജനിച്ചു. ജീവജാലങ്ങൾക്ക് നൈസർഗികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള സ്വഭാവം അത് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? പ്രാരബ്ധകർമ്മങ്ങളാണത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് തനിക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ദുരഭിമാനം ഉടലെടുക്കുന്ന ഈ ത്രിഗുണങ്ങളെ കൊണ്ട്, ഗുണഭേദങ്ങളാൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ജീവജാലങ്ങൾ അങ്ങയുടെ തന്നെ സൃഷ്ടിയല്ലേ? അവിടുന്ന് ചോദിച്ചു. ഇവർക്കെല്ലാം തമ്മിൽ സ്വഭാവം, അതുപോലെ തന്നെ ശരീരബലം, ഇന്ദ്രിയബലം, മാതൃത്വം, പിതൃത്വം, അല്ലെ, വാസന, ആകൃതി, ഇതെല്ലാം പലേ തരത്തിലുള്ള അന്തരങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ടവയിൽ ആ സത്വവർഗത്തിൽപ്പെട്ടതായിട്ടുള്ള ഞങ്ങള് ജാത്യാതനെ കോപശീലരാണ് ഭഗവാനെ. അതിന്റെ മൂലകാരണം അങ്ങയുടെ മായയുടെ സ്വാധീനമാണ്. ആർക്കും അല്ലെ ത്യജിക്കുവാൻ പ്രയാസമായിട്ടുള്ള മായയെ എങ്ങനെ ജയിക്കും? ആ സർവജ്ഞനും ജഗദീശ്വരനുമായിട്ടുള്ള അങ്ങാണ് സർവത്തിനും കാരണഭൂതനായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാനോ നിഗ്രഹിക്കുവാനോ ഏതാണോ ഉദ്ദേശം എന്നുള്ളത് അവിടുന്ന് തന്നെ തീരുമാനിച്ചത് ചെയ്താലും എന്ന് പറഞ്ഞ് ആ കാളിയൻ അവശതയോടുകൂടി അധികം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള സ്തുതി ഉണ്ടായില്ല. കാരണം അതിനു മുമ്പ് ഗംഭീരമായിട്ടുള്ള സ്തുതി നാഗപത്നിമാർ ചെയ്തതും തന്നെയല്ല, ഇപ്പോ അത് പറയുവാനുള്ള സ്തുതിക്കുവാനുള്ള ഒരു ശക്തി പോലും തനിക്കില്ലാത്ത ഒരു അവസ്ഥയിൽ ഭഗവാന്റെ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. എന്തായാലും ഇത് കേട്ടതോടുകൂടി ഭഗവാൻ കാളിയനോടായിട്ട് അവിടുന്ന് പറഞ്ഞു. പ്രത്യേക ഉദ്ദേശത്തോടുകൂടി മനുഷ്യാവതാരം സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാൻ കാളിയനോട് പറഞ്ഞു, അല്ലയോ കാളിയ, ഇവിടെ നീ നിൽക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല. കാരണം നമ്മളുടെ ധർമ്മം എന്നുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ധർമ്മം. അപ്പം നീ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരുന്നുണ്ട് എങ്കിൽ നീ ആ ഒരു സാഹചര്യങ്ങളെ മാറ്റുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിന്റെ സ്വന്തക്കാരോടും ബന്ധുക്കള്, ഭാര്യമാര്, സന്താനങ്ങള്, ഇവരോടൊക്കെ എല്ലാവരെയും ഒത്ത് ഒട്ടും താമസിയാതെ നീ എവിടെ നിന്നാണോ സമുദ്രത്തിലേക്ക് തന്നെ, ആ നീ രമണക ദ്വീപത്തിലേക്ക് തന്നെ തിരിച്ച് യാത്രയാകുകയാണ് വേണ്ടത്. കാരണം ഈ ഒരു ജലം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ അത് ഉപയോഗിക്കാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ ഒരു ഉപദേശം കാളിയന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അവിടുന്ന് സ്വീകരിച്ചു. ഭഗവാൻ അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ നിനക്ക് തരുന്നതായിട്ടുള്ള ഈ ഒരു നിർദ്ദേശത്തെ എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമാലിന്യങ്ങളെയും മറ്റുള്ളവർക്ക് വേദനയാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചോട്ടെ, ഏത് യോനിയിൽ വന്ന് ജനിച്ചാലും നമ്മളുടെ അവസ്ഥ അത് യഥാർത്ഥമായിട്ടുള്ള ധർമ്മബോധത്തോടുകൂടി നമുക്ക് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈയൊരു സന്ദേശം ഭഗവാൻ പറഞ്ഞു, പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും ആരാണോ സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നത് അവർക്ക് ഇനി നിങ്ങളിൽ നിന്നുള്ള, അല്ലെ, സർപ്പത്തിനെ കണ്ടു കഴിഞ്ഞാലും പാമ്പുകളെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ വടിയെടുക്കുന്നു, അവരോടൊരു ശത്രുതാമനോഭാവം നമ്മുടെ ഉള്ളിൽ വെച്ചു പുലർത്തുന്നു, അതിനി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്, ധർമ്മം അതാണ്, അല്ലെ. ഈ പ്രപഞ്ചത്തിലുള്ള വിഷവീര്യങ്ങളെയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സർപ്പങ്ങളുടെ. അപ്പം യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷകനാണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള വിഷവീര്യങ്ങൾ അവരുടെ ഒരു അലങ്കാരമായിട്ട് ജാത്യാലുള്ള ആ ഒരു ദോഷത്തെ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ ദുഃഖിപ്പിക്കുവാനായിട്ട് തയ്യാറാവരുത്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ദോഷമാകുന്ന രീതിയിൽ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനും, പിന്നെയോ മറ്റുള്ളവരെ പല വിധത്തിലുള്ള അവർക്ക് ജാത്യാലുണ്ടാകുന്ന സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയുവാനും നമ്മൾ തയ്യാറാവരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാമ്പുകളെ നമ്മൾ പേടിക്കുന്നതിന് പകരം അവരെ പൂജിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായി വരും എന്ന് അവിടെ ഒരു ഫലശ്രുതിയും കൂടെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാൻ എവിടെ വെച്ചാണോ ഈ ഒരു ക്രീഡ ചെയ്തത്, ഈ യമുനാ നദിയിൽ, അങ്ങനെയുള്ള ആ ജലത്തിൽ, ആ യമുനയിൽ വന്ന് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ഒക്കെ സ്നാനം തർപ്പണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപവിമുക്തനായി തീരും എന്ന് പറഞ്ഞു. ഭഗവാൻ ആ ഗരുഡനെ ഭയന്നിട്ടാണ് നീ അവിടുന്ന് ഗരുഡനെ ഭയന്നിട്ടാണ് നീ ഇവിടെ വന്ന് താമസിക്കുന്നതെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് എൻ്റെ പാദചിഹ്നങ്ങളും നിന്റെ ശരീരത്തിലുണ്ട്.
നിന്റെ ഭണങ്ങളിൽ കിടക്കുന്നിടത്തോളം കാലം ആ ചിഹ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തന്നെയുമല്ല, ഇനി ഗരുഡനെ നിനക്ക് ശത്രുതാ മനോഭാവത്തോടുകൂടി കാണാൻ സാധിക്കുകയില്ല. കാരണം നിന്റെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങളെയും ഞാൻ എടുത്തു കളഞ്ഞു, നീ ശുദ്ധമായി ഇപ്പോ. അപ്പൊ നിനക്ക് എല്ലാവരെയും സമദർശനത്തോടുകൂടി ഈശ്വരനായിട്ട് തന്നെ കാണാൻ സാധിക്കും, കൂടെ ഗരുഡനെയും. ഗരുഡനും അതുപോലെ തന്നെ എൻ്റെ ഭക്തനായിട്ടുള്ള ഗരുഡനാണെങ്കിൽ ഗരുഡനും തന്നെ ഇനി ആ ഭക്തനായിട്ട് കണ്ടുകൊണ്ട് അവിടുന്ന് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ധൈര്യമായിട്ട് കുടുംബത്തോടുകൂടി രമണക ദ്വീപിലേക്ക് യാത്രയാകുകയാണ് വേണ്ടത് എന്ന് അവിടെ ഭഗവാൻ ആ കാളിയനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തായാലും ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭഗവാൻ ഇത് പറഞ്ഞതോടുകൂടി കാളിയൻ അദ്ദേഹത്തെ സസന്തോഷം അവിടുന്ന് ഗംഭീരമായിട്ട് പൂജിച്ചു. ദിവ്യാംബരസ്രമണിഭി പരാധൈരവിഭൂഷണൈഹി ദിവ്യഗന്ധാനുലേപേശ മഹത്യോൽപ്പലാലയ. അവിടെ ഓരോരോ മാലകള്, രത്നങ്ങള്, ദിവ്യവസ്ത്രങ്ങള്, വിലമതിക്കാനാകാത്തതായിട്ടുള്ള ആഭരണങ്ങള്, പിന്നെയോ അത്യന്തം സുഗന്ധപൂരിതമായിട്ടുള്ള കുറിക്കൂട്ടുകള്, പിന്നെയോ വിശേഷപ്പെട്ടതായിട്ടുള്ള ഉൽപ്പലം, നീലത്താമര കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള മാല, ഇതൊക്കെ ഭഗവാനെ അവിടുന്ന് അലങ്കരിച്ചു. ആ ഭഗവാൻ അവിടുന്ന് പ്രസാദിച്ചു. കാളിയൻ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് യാത്രാനുവാദം മേടിച്ച് പത്നിമാരും സന്താനങ്ങളോടും കൂടി ബന്ധുക്കളോടും കൂടി സന്തോഷത്തോടുകൂടി ആ സമുദ്രമധ്യത്തിലുള്ള രമണക ദ്വീപിലേക്ക് അവിടെ യാത്രയായി. ഇങ്ങനെ ഒരു ലീലാവിനോദത്തിനെന്നോണം മനുഷ്യാവതാരം സ്വീകരിച്ചതായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ അനുഗ്രഹത്തെ കൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിൽ അവിടെയുള്ള ആ ജലം മുഴുവൻ വിഷവിമുക്തമാക്കിക്കൊണ്ട് ആ യമുനാജലം ഇന്ന് അമൃതിന് തുല്യമായിക്കൊണ്ട് അവിടെ മാറ്റി. അതായത് ആ യമുനയിലെ ജലം കഴിച്ചാൽ മരിച്ചു വീഴും എന്നുള്ളതാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവിടുന്ന് ഒരു തുള്ളി വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ കൂടുതൽ ആയുസ് കിട്ടും എന്നുള്ള രീതിയിൽ അമൃതജലമാക്കി അത് മാറ്റി ഉള്ള ആ കാളിയ നർത്തനം എന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിതാ ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അപ്പം നമുക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ അന്തരീക്ഷ മലിനീകരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം. അതുപോലെ തന്നെ പാമ്പുകളെ കണ്ടാൽ പേടിക്കാതെ അവരുടെ ഉള്ളിലുള്ള വിഷവീര്യങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ നമുക്കും ആ നാഗാരാധനകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിത്തിരിവ് ആണ് ഈ കാളിയമർദ്ദനം എന്നുള്ള ലീലയിൽ. അതുപോലെ തന്നെ അന്തരീക്ഷം മലിനീകരിക്കാത്ത രീതിയിലേക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നമ്മളുടെ അന്തരീക്ഷത്തെ മലിനീകരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജന മരുന്നും കൂടിയാണ് ഈ ഒരു അധ്യായം എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം പൂജാപുഷ്പങ്ങളായിക്കൊണ്ട് ഗുരുനാഥൻ്റെയും ഭഗവാന്റെയും പാദങ്ങളിലായിട്ട് സമർപ്പിക്കട്ടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ ഭഗവതേ വാസുദേവായ. അഥ ഷോഡശോऽധ്യായ. ശ്രീശുക ഉവാച. വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണഃ കൃഷ്ണാഹിനാ വിഭോ തസ്യാ വിശുദ്ധിമന്വിച്ഛൻ സർപ്പം തമുദവാസയൽ. രാജോവാച. കഥമന്തർജലേ ഗാഥേ ന്യഗൃഹാത് ഭഗവാനഹിം സ വൈ ബഹുയുഗാവാസം യഥാസീർവിപ്രകഥ്യതാം. ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമ്ന സ്വച്ഛന്ദവർത്തിന ഗോപാലോദാരചരിതം കസ്തൃപ്യേതാമൃതം ജുഷൻ. ശ്രീശുക ഉവാച. കാളിന്ദ്യാം കാളിയസ്യാസീദ് ഹൃദഃ കശ്ചിൽ വിഷാഗ്നിനാം ശ്രപ്യമാണപയാ യസ്മിൻ പതന്ത്യുപരി ഗാഃ വിപൃഷ്മതാ വിഷോദോർമിമാരുതേനാഭിമർശിതാഃ മ്രിയന്തേ തീരഗായസ്യ പ്രാണിനഃസ്ഥിരജംഗമാഃ. തം ചണ്ഡവേഗവിഷവീര്യമവേക്ഷ്യ തേന ദുഷ്ടാം നദീം ജഘല സംയമനാവതാര
കൃഷ്ണഃ കദംബമധിരുഹ്യ തതോതി തുംഗമസ്ഫോട്യ ഗാഠരചനോന്യപതദ്വിഷോദേ സർപ്പഹ്രദ പുരുഷസാരനിപാതവേഗ സംക്ഷോഭിതോരഗ വിഷോച്ഛ്വസിതാംബുരാശി പര്യക്പ്ലുതോ വിഷകഷായ വിഭീഷണോർമിർധാവൻ ധനുശതമനന്തബലസ്യ കിം തൽ തസ്യ ഹൃദേ വിഹരതോ ഭുജദണ്ഡഘൂർണവാർഘോഷമംഗ വരവാരണവിക്രമസ്യ ആശ്രുത്യ തൽ സ്വസദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുശ്രവാ സമരസത്തദമൃഷ്യമാണ തം പ്രേക്ഷണീയ സുകുമാരഘനാവദാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമപ്രതിഭയം കമലോദരാഘ്രിം സന്ദശ്യമർമ്മസുരുഷാ ഭുജയാ ചഛാദ തം നാഗഭോഗപരിവീതമദൃഷ്ടചേഷ്ടമാലോക്യ തൽപ്രിയസഖാ പശുപാഭൃശാർത്താഃ കൃഷ്ണേർപ്പിതാത്മസുഹൃദർദ്ധകളത്രകാമ ദുഃഖാനുശോകഭയമൂഢധിയോ നിപേതു ഗാവോ വൃഷാവത്സതര്യഃ ക്രന്ദമാനാഃ സുദുഃഖിതാഃ കൃഷ്ണേനസ്തേക്ഷണാ ഭീതാ രുദത്യ ഇവ തസ്ഥിരേ അഥ വ്രജേ മഹോൽപാതാസ്ത്രിവിധാ ഹ്യതിദാരുണാഃ ഉൽപേതുർഭുവി ദിവ്യാത്മന്യാസന്നഭയശംസിനഃ താനാലക്ഷ്യഭയോദ്വിഗ്നാ ഗോപാനന്ദപുരോഗമാഃ വിനാ രാമേണ ഗാഃ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം തൈർദുർനിമിത്തൈർനിധനം മത്വാ പ്രാപ്തമതദ്വിദ തൽപ്രാണാസ്തന്മനസ്കാസ്തേ ദുഃഖശോകഭയാതുരാഃ ആബാലവൃദ്ധവനിതാഃ സർവേംഗപശുവൃത്തയാ നിഗ്ജഗ്മുർഗോകുലാദ്ദീനാഃ കൃഷ്ണദർശനലാലസാഃ താംസ്തഥാ കാതരാൻ വീക്ഷ്യ ഭഗവാൻ മാധവോ ബലഃ പ്രഹസ്യ കിഞ്ചിന്നോവാച പ്രഭാവജ്ഞോനുജസ്യ സ തേന്വേഷമാണാദീതം കൃഷ്ണം സൂചിതയാ പദൈഃ ഭഗവല്ലക്ഷണൈർജഗ്മു പദവ്യാ യമുനാതടം തേ തത്ര തത്രാബ്ജയവാങ്കുശാശനിധ്വജോപപന്നാനി പദാനി വിഷ്പതേഃ മാർഗേ ഗവാമന്യപദാന്തരാന്തരേ നിരീക്ഷമാണാ യയുരംഗസത്വരാഃ അന്തർഹൃദേ ഭുജഗഭോഗപരീതമാരാൽ കൃഷ്ണം നിരീഹമുപലഭ്യ ജലാശയാന്തേ ഗോപാംശ്ച മൂഢധിഷണാൻ പരിതഃ പശൂംശ്ച സംഗ്രന്ദതഃ പരമകശ്മലമാപുരാർത്താഃ ഗോപ്യോനുരക്തമനസോ ഭഗവത്യനന്തേ തൽ സൗഹൃദസ്മിതവിലോകഗിരസ്മരന്ത്യ ഗ്രസ്തേഹിനാ പ്രിയതമേ ഭൃശദുഃഖതപ്താഃ ശൂന്യം പ്രിയവ്രതിഹൃതം ദദൃശുസ്ത്രിലോകം താഃ കൃഷ്ണമാതരമപത്യമനുപ്രവിഷ്ടാം തുല്യവ്യഥാ സമനുഗൃഹ്യ ശുചസ്രവന്ത്യ താസ്താവ്രജപ്രിയകഥാ കഥയന്ത്യാസൻ കൃഷ്ണാനനേർപ്പിതദൃശോ മൃതകപ്രതീകാഃ കൃഷ്ണപ്രാണാ നിർവിശതോ നന്ദാദീൻ വീക്ഷ്യതാമം ഘൃതം പ്രത്യഷേധൽ സ ഭഗവാൻ രാമഃ കൃഷ്ണാനുഭാവവിൽ ഇത്തം സ്വഗോകുലമനന്യഗതിം നിരീക്ഷ്യ സസ്ത്രീകുമാരമതിദുഃഖിതമാത്മഹേതോഃ ആജ്ഞായമർത്യപദവീമനുവർത്തമാന സ്ഥിത്വാ മുഹൂർത്തമുദതിഷ്ഠദുരംഗബന്ധാൽ തൽപ്രധ്യമാനവപുഷാ വ്യഥിതാത്മഭോഗസ്ത്യക്തോന്നമയ്യ കുപിതഃ സ്വഭണാൻ ഭുജംഗ തസ്ഥൗ ശ്വസൻ ശ്വസനരന്ധ്രവിഷാംബരീഷസ്തബ്ധേക്ഷണോൾമുഖമുഖോ ഹരിമീക്ഷമാണ തം ജിഹ്വയാ ദ്വിശിഖയാ പരിലേലിഹാനം ദ്വേ സൃക്കിണീ ഹ്യതികരാളവിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമും പരിസസാര യഥാ ഖഗേന്ദ്രോ ബഭ്രാമസോപ്യവസരം പ്രസമീക്ഷമാണ ഏവം പരിഭ്രമഹതൗജസമുന്നതാം സമാനമ്യ തൽപ്രഥുശിരസ്വധിരൂഢാദ്യ തന്മൂർധരത്നനികരസ്പരിശാദിതാമ്രപാദാംബുജോഖിലകലാദിഗുരുർനനർത്ത ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
തം നർത്തുമുദ്യതമവേക്ഷ്യ തദാ തദീയഗന്ധർവസിദ്ധസുരചാരണദേവവധ്വാ പ്രീത്യാമൃദംഗപണവാനകവാദ്യഗീതപുഷ്പോപഹാരനുതിഭിः സഹസോപസേതു യദ്യച്ഛിരോ നമയതേംഗ ശതൈകശീർഷ്ണസ്തന്മമർദ്ദഖരദണ്ഡധരോഘ്രിപാതൈः ക്ഷീണായുഷോ ഭ്രമദ ഉൽബണമാസ്യതോ ശൃംനസ്തോവമൻ പരമകശ്മലമാപനാഗ തത്സ്യാക്ഷിഭിർഗരളമുദ്വമതഃശിരസ്സു യദ്യൽ സമുന്നമതി നിശ്വസതോരുഷോച്ചൈः നൃത്യൻ പദാനുനമയൻ ദമയാം ബഭൂവ പുഷ്പേ പ്രപൂജിത ഇവേഹ പുമാൻ പുരാണ തച്ചിത്രതാണ്ഡവിരുദ്ഗണഭണാതപത്രോ രക്തം മുഖൈരുരുവമൻ നൃപഭഗ്നഗാത്ര സ്മൃത്വാ ചരാചരഗുരും പുരുഷം പുരാണം നാരായണം തമരണം മനസാ ജഗാമ കൃഷ്ണസ്യ ഗർഭജഗതോതിഭരാവസന്നം പാർഷ്ണിപ്രഹാരപരിരുദ്ഗണഭണാതപത്രം ദൃഷ്ട്വാ ഹിമാദ്യമുപസേതുരമുഷ്യപത്ന്യാ ആർത്താശ്രദ്ധദ്വസനഭൂഷണകേശബന്ധാः താസ്തം സുവിഘ്നമനസോധ പുരസ്കൃതാർഭാः കായം നിധായ ഭൂയിഭൂതപതിം പ്രണേമു സാധ്യ കൃതാഞ്ജലിപുടാശമലസ്യ ഭർത്തുർമോക്ഷേപ്സവഃ ശരണദം ശരണം പ്രപന്നാഃ. നാഗപത്ന്യ ഊചു ന്യായോ ഹി ദണ്ഡകൃതകിൽബിഷേസ്മിൻസ്തവാവതാരഖലനിഗ്രഹായ രിപോസുതാനാമപി തുല്യദൃഷ്ടേർദ്ധൽസേദമം ഫലമേവാനുശംസൻ അനുഗ്രഹോയം ഭവതഃ കൃതോ ഹി നോ ദണ്ഡോസതാം തേ ഖലു കൽമഷാപഹ യദ്ദന്തശൂകത്വമമുഷ്യ ദേഹിന ക്രോധോപി തേനുഗ്രഹ ഏവ സമ്മതാം തപസ്സു തപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോऽഥവാ സർവജനാനുകമ്പയാ യതോ ഭവാം സ്തുഷ്യതി സർവജീവ കസ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ തവാഘ്രിരേണുസ്പരിശാധികാര യദ്വാഞ്ഛയാ ശ്രീലലനാചരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതവ്രത നാകപൃഷ്ഠം ന ച സാർവഭൗമം ന പാരമേഷ്ഠ്യം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ വാഞ്ഛന്തി യൽപാദരജഃ പ്രപന്നാഃ തദേശ നാഥാപദുരാപമന്യൈസ്തമോജനിക്രോധവശോപ്യഹീശ സംസാരചക്രേ ഭ്രമതഃ ശരീരിണോ യദിച്ഛതസ്യാൽ വിഭവഃ സമക്ഷഃ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ ജ്ഞാനവിജ്ഞാനനിധേ ബ്രഹ്മണേനന്തശക്തയേ അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ ച. കാലായ കാലനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തദുപദ്രഷ്ട്രേ തൽകർത്രേ വിശ്വഹേതവേ ഭൂതമാത്രേന്ദ്രിയപ്രാണമനോബുദ്ധ്യാശയാത്മനെ ത്രിഗുണേനാഭിമാനേന ഗൂഢസ്വാത്മാനുഭൂതയേ നമോനന്ദായ സൂക്ഷ്മായ കൂടസ്ഥായ വിപശ്ചിതേ നാനാവാദാനുരോധായ വാച്യവാചകശക്തയേ നമഃ പ്രമാണമൂലായ കവയേ ശാസ്ത്രയോനയേ പ്രവൃത്തായ നിവൃത്തായ നിഗമായ നമോ നമഃ. നമഃ കൃഷ്ണായ രാമായ വസുദേവസുതായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സത്വതാം പതയേ നമഃ. നമോ ഗുണപ്രദീപായ ഗുണാത്മച്ഛാദനായ ച ഗുണവൃത്യോപലക്ഷ്യായ ഗുണദ്രഷ്ട്രേ സുസംവിദേ അവ്യാകൃതവിഹാരായ സർവവ്യാകൃതസിദ്ധയേ ഋഷീകേശ നമസ്തേസ്തു മുനയേ മൗനശീലിനേ പരാവരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമഃ. അവിശ്വായ ച വിശ്വായ തദ്ദ്രഷ്ട്രേസ്യ ച ഹേതവേ
ത്വം ഹ്യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരനീഹോ കൃതകാലശക്തിധൃ തത്തൽ സ്വഭാവാൻ പ്രതിബോധയൻ സതഃ സമീക്ഷയാമോഘവിഹാര ഈഹസേ തസ്യൈവ തേ മൂസ്തനവസ്ത്രിലോക്യാം ശാന്താ അശാന്താ ഉതമൂഢയോനയ ശാന്താ പ്രിയാസ്തേ ഹ്യധുനാ വിതും സതാം സ്ഥാതുശ്ച തേ ധർമ്മപരീപ്സയേ ഹതാം അപരാധഃ സകൃൽഭർത്രാ സോഢവ്യസ്വപ്രജാകൃത ക്ഷന്തുമർഹസി ശാന്താത്മന്മൂഢസ്യ ത്വാമജാനതാം അനുഗൃഹീഷു ഭഗവൻ പ്രാണാം ത്യജതി പന്നഗ സ്ത്രീണാം ന സാധുശോച്യാനാം പതിഃ പ്രാണഃ പ്രദീയതാം വിധേഹി തേ കിങ്കരീണാമനുഷ്ഠേയം തവാജ്ഞയാ യശ്രദ്ധയാനുതിഷ്ഠൻ വൈ മുച്യത്തെ സർവതോ ഭയാൽ. ശ്രീശുക ഉവാച ഇദ്ധം സനാഗപത്നീഭിർഭഗവാൻ സമഭിഷ്ടുത മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജാഘ്രികുട്ടനൈ പ്രതിലബ്ധേന്ദ്രിയപ്രാണഃ കാളിയഃ ശനകൈർഹരിം കൃച്ഛ്രാൽ സമുജ്വസന്തീനഃ കൃഷ്ണം പ്രാഹകൃതാഞ്ജലി. കാളിയ ഉവാച വയം ഖലാ സഹോൽപത്യാ താമസാദീർഘമന്യവ സ്വഭാവോ ദുസ്ത്യജോ നാഥ ലോകാനാം യദസദ്ഗ്രഹ ത്വയാ സൃഷ്ടമിദം വിശ്വം ധാതർഗുണവിസർജനം നാനാസ്വഭാവവീര്യൗജോ യോനിബീജാശയാകൃതി വയം ച തത്ര ഭഗവൻ സർപ്പാ ജാത്യൂരുമന്യവ കഥം ത്യജാമസ്ത്വന്മായാം ദുസ്ത്യജാം മോഹിതാസ്വയം ഭവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വര അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിധേഹിന. ശ്രീശുക ഉവാച ഇത്യാകർണ്യവചസ്പ്രാഹ ഭഗവാൻ കാര്യമാനുഷ നാത്ര സ്ഥേയം ത്വയാ സർപ്പ സമുദ്രം യാഹിമാചിരം സ്വജ്ഞാത്യപത്യദാരാഢ്യോ ഗോനൃഭിർഭുജ്യതാം നദീ യേതൽ സംസ്മരേന്മർത്യസ്തുഭ്യം മദനുശാസനം കീർത്തയന്നുഭയോ സന്ധ്യോ നയുഷ്മൽ ഭയമാപ്നുയാൽ യോസ്മിൻ സ്നാത്വാ മദാ ക്രീഡേ ദേവാദീം സ്തർപ്പയേജ്ജലൈഃ ഉപോഷ്യമാം സ്മരന്നർച്ചേൽ സർവപാപൈഃ പ്രമുച്യത്തെ. ദ്വീപം രമണകം ഹിത്വാ ഹൃദമേതമുപാശ്രിത യൽഭയാൽ സുപർണസ്ത്വാം നാദ്യാൽ മൽപാദലാഞ്ചിതം. ശ്രീശുക ഉവാച ഏവമുക്തോ ഭഗവതാ കൃഷ്ണേന അദ്ഭുതകർമ്മണ തം പൂജയാമാസ മുദാ നാഗപത്ന്യശ്ച സാദരം ദിവ്യാംബരസ്രങ്മണിഭിः പരാർത്ഥൈരപി ഭൂഷണൈः ദിവ്യഗന്ധാനുലേപൈശ്ച മഹത്യോൽപലമാലയാ പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തതഃ പ്രീതോഭ്യനുജ്ഞാതഃ പരിക്രമ്യാഭിവന്ദ്യതം. സകളത്ര സുൽപുത്രോ ദ്വീപമബ്ധേർജഗാമഃ തദൈവ സാമൃതജലാ യമുനാ നിർവിഷാഭവൽ അനുഗ്രഹാത് ഭഗവതഃ ക്രീഡാമാനുഷരൂപിണ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കാളിയമോക്ഷണം നാമ ഷോഡശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.